കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ടൊരു കാര്യം പറയാം. രാജീവിന്റെ കേസിൽ ഒരു ജീവപര്യന്തം മിനിമം അത്രയെങ്കിലും ഞാൻ നിങ്ങൾക്ക് വാങ്ങിച്ചു തന്നിരിക്കും. ഇതെന്റെ ഒരു വാശിയാ. പ്രിയെ ഞാനും കൂടെ സമാധാനമായി ജീവിക്കുമ്പോ തന്നെ ഞങ്ങൾ ജയിലിനകത്തൊന്ന് കാണും. എന്താ പോരെ? മതി, മതി. ജയിലിനകത്ത് വന്ന് കണ്ടാ മതി. അപ്പൊ പോട്ടെ സാറേ, എല്ലാം പറഞ്ഞ പോലെ. താൻ ചെല്ല്. സാറേ, വക്കീലാണെന്ന് കരുതി 2 ജീവൻ തന്നിട്ടില്ലല്ലോ, ഒറ്റ ജീവനേ തന്നിട്ടുള്ളൂ. കൂടുതൽ കളിച്ചാ അത് ഞാനിങ്ങ് എടുക്കും. ആയിക്കോട്ടെ. എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. കൊല്ലണവനെ, അതാ ചെയ്യേണ്ടത്. ജയപ്രകാശിന്റെ ഓഫീസിൽ ചെന്ന് ഭീഷണിപ്പെടുത്തിയ അവൻ ആ ആലോചനയിൽ നിന്ന് പിന്മാറുമെന്ന അവിനാശിന്റെ വിചാരം. ഇഡിയറ്റ്. രാജീവിന്റെ കാര്യത്തിൽ എനിക്കൊരല്പം പാളിച്ച പറ്റി. പക്ഷേ ഈ ആലോചനയിൽ അത് സംഭവിക്കില്ല. ഈ കല്യാണം ഞാൻ നടത്തിയിരിക്കും. ഏട്ടാ, അവിവേകമൊന്നും കാണിക്കല്ലേ. പഴയതുപോലുള്ള ഒരു അനുഭവം ഇനി നമുക്കുണ്ടാവാൻ പാടില്ല. ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് വേണം ഒരു തീരുമാനത്തിലെത്താൻ. അവിനാശിന് എന്തും ചെയ്യാലോ. അവന് മേലും കീഴും നോക്കാനില്ല, കുടുംബം നോക്കാനില്ല, ബന്ധുക്കളെ നോക്കാനില്ല, ആരും നിയന്ത്രിക്കാനുമില്ല. എന്തൊക്കെ സംഭവിച്ചാലും ഒന്നും നഷ്ടപ്പെടാനുമില്ല. പക്ഷേ നമുക്കങ്ങനെയല്ല. ഒരു പെൺകുട്ടിയുടെ ജീവിതം നമുക്ക് നഷ്ടപ്പെടാനുള്ളത്. എല്ലാം അവള് തന്നെ ഉണ്ടാക്കി വെച്ച കുരുക്കം. എന്നാലും അവളെ കൈവിടാൻ നമുക്ക് പറ്റില്ലല്ലോ ഏട്ടാ. കൈവിടാനല്ല, അവളുടെ കൈപിടിച്ച് സുരക്ഷിതമായി മറ്റൊരാളുടെ കൈകളിൽ ഏൽപ്പിക്കാനാ ഞാൻ ഈ ശ്രമിക്കുന്നത്. അതിന് പറ്റിയ ആള് തന്നെയാ അഡ്വക്കേറ്റ് ജയപ്രകാശ്. അവിനാശിന്റെ ഒരു ഭീഷണിയും അവന്റെ അടുത്ത് ചെലവാകില്ല. കുറച്ച് കഴിയുമ്പോൾ അവിനാശിനത് മനസ്സിലാവും. എന്നാലും ജയപ്രകാശിനോടൊന്ന് സൂക്ഷിക്കാൻ ഏട്ടൻ പറയണം. ഭീഷണിപ്പെടുത്തുക മാത്രല്ല, എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാ അവിനാശ്. അതൊക്കെ ജയപ്രകാശിനറിയാം. എന്തായാലും ജയപ്രകാശിനെ പോലൊരാളുടെ ആലോചന വന്നത് നന്നായി. പാവപ്പെട്ട ഏതെങ്കിലും പയ്യന്മാരായിരുന്നെങ്കിൽ അവിനാശ് അവനെ തൂക്കിയെടുത്ത് ലോക്കപ്പിൽ കൊണ്ടുപോയി ഉപദ്രവിച്ചാണ്. ജയപ്രകാശ് വളരെ മിടുക്കനാ. എന്തിനേയും ധൈര്യത്തോടെ നേരിടാനുള്ള മനസ്സുള്ളവനാ. അവിനാശിന്റെ ഭീഷണിയൊന്നും അവൻ്റെ അടുത്ത് ചെലവാകില്ല. പ്രിയയ്ക്ക് ഇതിനേക്കാളും നല്ലൊരു ബന്ധം ഈ ജന്മത്തിൽ കിട്ടില്ല. ജയപ്രകാശിന് അവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവൻ പറഞ്ഞോ? ജയപ്രകാശ് മാത്രമല്ല, അവന്റെ ചേച്ചിയും പറഞ്ഞു പ്രിയെ അവർക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ ഈശ്വര, ഈശ്വരാധീനവും ഭാഗ്യവും കുറച്ചെങ്കിലും ഉള്ളതുകൊണ്ടാ ഇങ്ങനൊരു ആലോചന ഇപ്പൊ വന്നത്. ഇതിനൊക്കെ സത്യത്തിൽ ഏട്ടനോടാ ഞാൻ കടപ്പെട്ടിരിക്കുന്നത്. ഏട്ടനില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനൊരു ആലോചന പോലും വരില്ലായിരുന്നു. എന്റെ അനിയത്തിയുടെ ജീവിതം എന്നെ ആ ദുഷ്ടന്റെ കൈകൊണ്ട് തീർന്നേനെ. ഏയ്, ഞാനിതെല്ലാം ചെയ്യുന്നത് തനിക്ക് വേണ്ടിയാ. താൻ സന്തോഷമായിരിക്കണം. തൻ്റെ കുടുംബം എൻ്റെയും കുടുംബമാണ്. അവർക്ക് എല്ലാം നന്മയുണ്ടാവണം. ആരുടെയും ജീവിതത്തിൽ മോശമായ ഒന്നും സംഭവിക്കരുത്. എൻ്റെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് പോലെ തന്നെയാണ് തൻ്റെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവുന്നത്. താൻ പേടിക്കണ്ട, പഴയതൊന്നും ഇനി ആവർത്തിക്കില്ല. എന്തു വന്നാലും ഇത്തവണ ഈ കല്യാണം നമ്മൾ നടത്തും.
എന്റെ കണ്ണ, ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ ആദ്യമായിട്ടാ പറയുന്നത്. ഈ വീട്ടിലെ എല്ലാരെയും കാത്തു രക്ഷിക്കുന്ന ആളല്ലേ. ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കി തരണം. ഇവിടെയുള്ളവരും ഈ വീടും എനിക്ക് തന്ന സ്നേഹവും കരുതലും ഒരുപാടാണ്. ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ ഞാനിവിടെ ജീവിക്കുന്നത്. കണ്ണൻ അറിയാലോ, ഈ വീട്ടിലെ മനുഷ്യർക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. ഒരുപാട് സങ്കടങ്ങൾക്ക് ശേഷം DKയും ജ്യോതിയും ഇപ്പോ ഒന്ന് സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അവരുടെ ജീവിതത്തിൽ ഒരു ദുഃഖം ഉണ്ടാവാൻ എന്റെ സഹോദരന് ഒരു കാരണമാവരുത്. കണ്ണൻ അറിയാലോ എല്ലാം. ഞാനൊന്നും പറഞ്ഞു തരണ്ടല്ലോ. എങ്ങനെയെങ്കിലും അയാളുടെ മനസ്സ് മാറ്റണം. അയാളെ ഇതിന്ന് പിന്തിരിപ്പിക്കണം. ഇല്ലെങ്കിൽ ഈ വീടിന്റെ സമാധാനത്തിന് വേണ്ടി എനിക്കെന്റെ സ്വന്തം സഹോദരനെ കൊല്ലേണ്ടി വരും. കൂടപ്പറപ്പിനെ കൊല്ലാനാണോ കണ്ണ എന്റെ വിധി? എന്നിട്ട് ഞാൻ ജയിലിൽ പോയി കിടക്കണ്ടേ? എനിക്ക് വയ്യ. എനിക്ക് സന്തോഷത്തോടെ എന്റെ ഭർത്താവും കുടുംബവും കുട്ടികളും ഒത്തു ജീവിക്കണം. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാം. ഇത്തവണ പ്രിയയുടെ ജീവിതം അയാൾ മുടക്കിയ ആങ്ങളെയാണെന്ന ഒരു പരിഗണന ഞാൻ കൊടുക്കില്ല. കൊല്ലും. ഞാൻ തന്നെ അയാളെ കൊല്ലും. അപ്പോ എന്റെ കൂടെ നിൽക്കണം. എന്റെ കൈ വിറക്കരുത്, മനസ്സ് പതറരുത്. അതിനുള്ള ശക്തി നീ എനിക്ക് തരണേ കണ്ണ. ചിത്ര, നീ എന്തൊക്കെയാ പ്രാർത്ഥിക്കുന്നേ? നിന്റെ പ്രാർത്ഥന കേട്ടാ കണ്ണൻ ഇപ്പൊ തന്നെ നിന്റെ കയ്യിൽ വാളും തന്നു വിടുമല്ലോ. ഞാൻ പിന്നെ എന്ത് ചെയ്യും ജ്യോതി? ഈ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ഞാനും ചെയ്യണ്ടേ? അതൊക്കെ വേണം. പക്ഷേ അതിനുവേണ്ടി നീ ഒരു കൊലപാതകം ഒന്നും നടത്തണ്ട. അല്ലാതെ തന്നെ ആ പ്രശ്നം പരിഹരിക്കാനുള്ള ആളുകൾ ഇവിടെയുണ്ട്. അയാള് കാരണം ഈ വീടിന്റെ സമാധാനം നഷ്ടമായ പിന്നെ പിന്നെ എന്ത് ചെയ്യും ജ്യോതി? ആ ദുഷ്ടനെ കൊന്നിട്ട് നിങ്ങൾ ആരും ജയിലിൽ പോയി കിടക്കണ്ട. അയാളുടെ പെങ്ങള് ഞാനല്ലേ, കൂടെ പിറപ്പ് ഞാനല്ലേ. ഞാൻ തന്നെ പോയി കിടന്നോളാം. നീ ഇങ്ങനെയൊന്നും ചിന്തിക്കല്ലേ ചിത്ര. ചത്ത നഷ്ടപ്പെടാൻ അവനൊന്നുമില്ല. ഒരു നല്ല മനുഷ്യനാണെന്നുള്ള പേര് പോലുമില്ല. പക്ഷെ നിനക്കങ്ങനെയല്ല. നിനക്ക് ഭർത്താവുണ്ട്, കുടുംബമുണ്ട്, ഈ വീടുണ്ട്, ഇവിടെയുള്ളവരുടെ സ്നേഹമുണ്ട്. ഇതൊന്നും നഷ്ടപ്പെടുത്തരുത്. അവന്റെ കാര്യത്തിൽ ഏട്ടനൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ജ്യോതി, DK നീ സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിന്റെ പേരിൽ DK അവനെ കൊന്ന നിങ്ങളുടെ ജീവിതം പോവില്ലേ? എന്തായാലും ആരെങ്കിലും അയാളെ കൊന്നാലേ എല്ലാം നന്നാവും. അത് ഞാനങ്ങ് ചെയ്യാം. അതാ നല്ലത്. കുടുംബത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഇങ്ങനൊരാങ്ങളെ കൊന്നാലും കുഴപ്പമൊന്നുമില്ല. നീ എന്ത് ഭ്രാന്താ പെണ്ണെ ഈ പറയുന്നേ? നിനക്ക് എവിടെ നിന്ന് കിട്ടി ഇപ്പൊ ഈ കൊല്ലണമെന്നുള്ള ചിന്ത? ഇത്തരം വൃത്തികെട്ട ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് കളയൂ. ഇവിടെ ഇതൊക്കെ ചിന്തിക്കാനും തീരുമാനം എടുക്കാനും ഏട്ടനുണ്ടല്ലോ. ചിത്ര, ഇങ്ങനത്തെ ചീത്ത വിചാരമൊന്നും മനസ്സിൽ വേണ്ട, കേട്ടല്ലോ? നിന്റെ ജീവിതം ഞങ്ങൾക്കൊക്കെ വളരെ പ്രധാനപ്പെട്ടതാ. നീ വിഷമിക്കേണ്ട ചിത്ര. നീ ഇപ്പൊ പ്രാർത്ഥിച്ച ഈ കണ്ണനുണ്ടല്ലോ, ഈ കണ്ണൻ തന്നെ എല്ലാത്തിനും ഒരു പരിഹാരം കണ്ടെത്തി തരും.
ലോകത്തിലെ ഏറ്റവും വലിയ നയതന്ത്ര വിദഗ്ധൻ ഈ കണ്ണനല്ല. ഈ കണ്ണന് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും ഈ ലോകത്തില്ല. എല്ലാം കണ്ണൻ പരിഹരിച്ചു തരും. നീ പ്രാർത്ഥിക്കേ. കണ്ണ, ഇതിൽ നിന്നൊരു രക്ഷ നീ ഉണ്ടാക്കി തരണേ. ഹലോ പ്രിയ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? പുതിയ കല്യാണാലോചനയൊക്കെ വന്നെന്ന് കേട്ടല്ലോ. നിക്കവിടെ. നിങ്ങൾ എങ്ങോട്ടേ കേറി പോന്നേ? എന്താ പ്രിയ ഇത്? ഒരു വീട്ടിൽ ഒരാൾ വരുമ്പോ ഇങ്ങനാ പെരുമാറുക? ഒരു ഗസ്റ്റ് വരുമ്പോ അകത്ത് വിളിച്ചിരുത്തി കുടിക്കാൻ ചായയോ കാപ്പിയോ ഇതൊക്കെ വേണം ചോദിക്കുകയല്ലേ ചെയ്യേണ്ടത്. അതിന് വരുന്നത് ഗസ്റ്റ് ആണെങ്കിലല്ലേ? ഇത് ഗോസ്റ്റ് ആണല്ലോ. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതം ഇല്ലാതാക്കാൻ നടക്കുന്ന ഗോസ്റ്റ്, പ്രേതം. ഓ, നല്ല ഹ്യൂമർ സെൻസ് ആണല്ലോ ഇപ്പൊ. അവനും ഇതുപോലെ ആയിരുന്നു ആ ജയപ്രകാശ്. എന്തു പറ്റി മോളെ? ഞാൻ അവനെ പോയി കണ്ടായിരുന്നു. രാജീവിനെ പോലെ അല്ല കേട്ടോ, ഭയങ്കര ധൈര്യശാലിയാ. പിന്നെ നിയമം പോക്കറ്റിലുണ്ട് എന്നൊരു അമിത വിശ്വാസം. അത് നിങ്ങൾക്കും ഉണ്ടല്ലോ. പോലീസ് യൂണിഫോം കയ്യിലുണ്ടെന്നുള്ള അഹങ്കാരം. അതിന്റെ ബലത്തിലാണല്ലോ താൻ ഈ തോന്നിവാസങ്ങൾ മുഴുവൻ കാണിച്ചു കൂട്ടുന്നത്. ഞാൻ കല്യാണം കഴിക്കോ കഴിക്കാതിരിക്കോ ചെയ്യുന്നത് എന്റെ ഇഷ്ടം. ഇനി നിങ്ങളോടൊപ്പം ജീവിക്കാനോ ജീവിതം പങ്കിടാനോ ഞാൻ ഒന്നിനുമില്ല. ഞാൻ ആരെങ്കിലും കല്യാണം കഴിച്ച് എന്റെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. നിങ്ങൾ എന്തിനാ എന്നെ ശല്യപ്പെടുത്താൻ വരുന്നേ? ദേ ഇറങ്ങിപ്പോക്കേ. ഡോ, എന്താ പ്രിയ ഇത്? എടി, നീ എന്തെങ്കിലും വിവരക്കേട് പറഞ്ഞെന്ന് പറഞ്ഞു എനിക്ക് നിന്നെ അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? അത് നിനക്ക് വിഷമാവില്ലേ? ആ ചെറുക്കനുണ്ടല്ലോ ജയപ്രകാശ്, അവൻ വക്കീലൊക്കെ തന്നെയാ. പക്ഷെ പുള്ളി ബുദ്ധിയൊന്നും ഇല്ലാന്നേ. ഞാൻ അതുകൊണ്ട് അവന് ഫ്രീ ആയിട്ട് കുറച്ച് ഉപദേശം കൊടുത്തിട്ടുണ്ട്. ഉപദേശോ? എന്തുപദേശം? ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ കയറി തല വയ്ക്കരുത്. അതാദ്യത്തെ ഉപദേശം. പിന്നെ രണ്ടാമത്തെ ഉപദേശം, തനിക്ക് പോകുന്നവനോട് മാത്രമേ യുദ്ധം ചെയ്യാൻ ഇറങ്ങാവൂന്ന്. തന്നേക്കാൾ ശക്തനായ ഒരുത്തനോട് ഒരിക്കലും നേരിട്ട് ഏറ്റുമുട്ടരുത്. കറുത്ത കോട്ടിനേക്കാൾ അധികാരമുണ്ട് ഒരു പോലീസ് ഓഫീസർക്ക്. അത് ഞാൻ അവന് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും മനസ്സിലാക്കി കൊടുത്തോ. ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? ഡോ, തന്നെ ഇവിടെ ആരെങ്കിലും വിളിച്ചോ? ഇല്ലല്ലോ. ഇവിടെ ആർക്കും തന്നെ കാണാൻ വേണ്ട. ദയവ് ചെയ്ത് ഒന്ന് ഇറങ്ങിപ്പോ. ഡോ, ശരി. ഡോ, തന്നോടല്ലേ ഇറങ്ങി പോവാൻ പറഞ്ഞ? നീയപ്പോ ശരിക്കും സീരിയസ് ആയിട്ട് എന്നെ ഒഴിവാക്കാനുള്ള ശ്രമമാ ഇല്ലയോ? ദേ, നീ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചതല്ല. ഒന്ന് ഒന്ന് പോണോ? പോവാണോ? ആന്റി, നിന്നോട് ആര് പറഞ്ഞടാ
പിന്നെ ഇങ്ങോട്ട് കയറി വരാൻ? ഇറങ്ങിപ്പോ. എത്ര തവണ ആട്ടി ഇറക്കി വിട്ടാലും പോവില്ലെന്ന് വെച്ചാ ശ്ശേ, എന്തൊരു കഷ്ടം ഇത്. ഛേ, എന്തു ആന്റി ഇത്? നേരത്തെ എത്രയോ തവണ ഞാനോട് വന്നിട്ടുണ്ട്. നമ്മൾ സംസാരിച്ചിട്ടില്ലേ? അന്നൊക്കെ എന്നോട് ഇറങ്ങിപ്പോവാൻ ആന്റി പറഞ്ഞിട്ടുമുണ്ട്. എന്ന് കരുതി ഞാൻ ഇവിടെ വരാതിരുന്നിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. വരും. വരാതെ പറ്റില്ലല്ലോ. ആവശ്യക്കാരൻ ഞാനായി പോയില്ലേ? ഓ, എന്തൊരു കഷ്ടോ ദൈവമേ ഇത്. ആ, ആന്റി, ഞാനിപ്പോ ആന്റിയുടെ പുതിയ മരുമകനാകാൻ പോകുന്ന ചെറുക്കനെ കണ്ടിട്ടാ വരുന്നേ. നമ്മുടെ വക്കീലേ ജയപ്രകാശിനെ. ദേ, ആന്റിക്ക് വേണ്ടി ഇതിൽ നിന്ന് പിന്മാറണമെന്ന് ഞാൻ അവനൊരു ഉപദേശം കൊടുത്തിട്ടുണ്ട്. പിന്മാറിയ അവന് നല്ലത് അല്ലേ? വേണ്ട, നീ ആ കട്ടില് കണ്ട് പനിക്കണ്ട. അവനെ നീ വിചാരിക്കുന്ന പോലെ അത്ര പാവൊന്നുമല്ല. വക്കീലവൻ, വക്കീല്. രാജീവന്റെ കേസിൽ അവൻ നിനക്ക് ശിക്ഷയും വാങ്ങിച്ചു തരും. കൊള്ളാം കൊള്ളാം, അതവൻ എന്നോട് പറഞ്ഞായിരുന്നു. ഞാനൊരു കാര്യം പറയാം. കൂടുതൽ കളിച്ച എന്റെ കൂടെ ജീവിച്ച പെണ്ണാതെ ഇവളെന്ന് ഞാൻ ജയപ്രകാശനെ വിളിച്ചങ്ങ് വിളമ്പും. ശാന്തി മുഹൂർത്തം കഴിഞ്ഞ കാര്യവും പറയും. വേണമെങ്കിലേ ഫേസ്ബുക്കിലൊരു ലൈവ് പോയി ഈ കുടുംബത്തിന്റെ മാനം മുഴുവൻ അങ്ങ് കപ്പല് കയറ്റും. ഞാനത് ചെയ്യാത്തത് ഇവളോടൊപ്പം ജീവിക്കാനുള്ള കൊതി കൊണ്ടാ. മനസ്സിലായോ? അത് സമ്മതിക്കില്ല. നിങ്ങൾ വാശി പിടിച്ചാ എനിക്ക് ഈ പറഞ്ഞതെല്ലാം ചെയ്യേണ്ടി വരും. ഒടുവിൽ നാണം കെട്ട് നാറി കുടുംബത്തോട് ആത്മഹത്യ ചെയ്യേണ്ടി വരും. എടാ, ഇതിനുള്ള മറുപടിയെ DK നിനക്ക് തന്നോളൂ. ഈ കല്യാണം തീരുമാനിച്ചത് DKയാ. ആ DK നേരിട്ട് വന്നു നിന്ന് ഈ കല്യാണം നടത്തി തരും. വാശി മോളെ, ഇവിടെ വാശിയാ. നീ തന്നെ ജയപ്രശ്നം പറഞ്ഞ് മനസ്സിലാക്കിക്കൊടു. അല്ലേ? അല്ല, അങ്കിൾ എവിടെ? ഇവിടെ ഇല്ലേ? ആ, അങ്കിളിലാകുമ്പോ കുറച്ചൊരു കാര്യഗൗരവമുണ്ട്. പറഞ്ഞാ മനസ്സിലാവും. അച്ഛൻ ഇവിടെ ഇല്ലടോ. ഓ, ആ, അത് ശരി. ആന്റി, എനിക്ക് കുടിക്കാൻ ഇത്തിരി വെള്ളം തരുമോ? തണുത്തോളായാലും മതി. പ്രിയ, പ്ലീസ്. ഡോ, തനിക്ക് കുടിക്കാനും ഇവിടെ വെള്ളമില്ല, ഒരു കുന്തവും ഇല്ല. മര്യാദക്ക് ഇറങ്ങി പോടോ. എടോ, തന്നോട് ഇറങ്ങി പോകാനാ പറഞ്ഞത്. പ്രിയ, നീ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കരുത്. മര്യാദക്ക് ഇറങ്ങി പോണം. ഞാൻ പൊക്കോളാം. പക്ഷേ ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. നേരത്തെ ആന്റി പറഞ്ഞല്ലോ, DK ആണ് ഈ കല്യാണം തീരുമാനിച്ചത്, അയാളോ നടത്തുമെന്നൊക്കെ. എന്റെ കാരുണ്യം കൊണ്ടാ അവൻ ഇപ്പോഴും ജയിലിൽ പോകാതെ പുറത്തു കിടന്ന് വിലസുന്നത്. അപ്പോ ആ അവനെ കാണിച്ച് എന്നെ പേടിപ്പിക്കാൻ നിൽക്കല്ലേ ആരും. പ്രിയ, ഞാൻ ഇപ്പോഴും നിന്നോട് സമാധാനമായിട്ട് പറയാ, എനിക്കാരെയും ഉപദ്രവിക്കണമെന്നില്ല. നിന്നോടൊപ്പം ഒരു സന്തോഷകരമായ ജീവിതം, അത് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അത് നടന്നില്ലെങ്കിൽ കൊല്ലും. എല്ലാത്തിനെയും ഞാൻ കൊല്ലും. നിന്നെയും നിന്റെ തന്തയും പിന്നെ ഈ നിൽക്കുന്ന തള്ളയടക്കം ആ ജയപ്രകാശിന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേരെ. ദൈവമേ,
ഇത്തവണത്തെ ഉത്സവം നമുക്ക് ഗംഭീരമാക്കണം സുധാരനാരെ. അതിന് കഴിഞ്ഞ വർഷത്തെ ഉത്സവം എന്താ മോശമായിരുന്നു? അല്ല, കഴിഞ്ഞ വർഷവും ഗംഭീരമായിരുന്നു. അത് മാത്രമല്ല, കഴിഞ്ഞ വർഷം സുധാകരൻ നായരുടെ മരുമകൻ വന്ന് എല്ലാം ഗംഭീരമാക്കി തന്നു. ഇത്തവണ മരുമോനെ നമുക്ക് വിളിക്കണം. അതെന്തിന്? അല്ല, ക്ഷേത്രത്തിലെ കാര്യങ്ങൾക്ക് കുറച്ച് സാമ്പത്തിക സഹായത്തിന്റെ ആവശ്യമുണ്ട്. അതിന് ക്ഷേത്രത്തിൽ പൈസ ഇല്ലേ? എന്തിനാ അവനോട് ചോദിക്കുന്നത്? എന്റെ പൊന്ന് സുധാകരൻ നായരെ, ഈ ക്ഷേത്രത്തിൽ വരുന്ന വരുമാനമൊക്കെ അങ്ങനെ അങ്ങെടുത്ത് ചെലവാക്കാനുള്ളതാണോ? ക്ഷേത്രത്തിലെ ചെലവുകൾ ഭക്തജനങ്ങളെ കൊണ്ടും നാട്ടുകാരെ കൊണ്ടും തന്നെ നടത്തിക്കണം. വഞ്ചി വീഴുന്ന പണം ലോക്കറിൽ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ബാങ്ക് ഇടണം. എന്തിന്? ക്ഷേത്രത്തിന്റെ വഞ്ചിയിൽ വീഴുന്ന പണം ക്ഷേത്രത്തിന്റെ ആവശ്യങ്ങൾക്ക് ചെലവാക്കാനുള്ളതല്ലേ, അല്ലാതെ ബാങ്കിൽ സൂക്ഷിക്കാനുള്ളതാണോ? എന്റെ പൊന്ന് സുധാകരൻ നായരെ, നിങ്ങൾക്ക് ഇപ്പോഴും കാര്യം അറിഞ്ഞുകൂടാ. ഓരോ ദൈവത്തിന്റെ പേരിലും കോടിക്കണക്കിന് രൂപയാ ബാങ്കിൽ കിടക്കുന്നത്, അറിയാമോ? ദൈവത്തിന്റെ പേരില്? ദൈവത്തിന്റെ സ്വന്തം പേരിലല്ല, ദൈവത്തിന് വേണ്ടി മറ്റുള്ളവരുടെ പേരിൽ. നമ്മുടെ അമ്പലത്തിലും വേണ്ടേ ദൈവത്തിനൊരു ബാങ്ക് അക്കൗണ്ടൊക്കെ? എന്തായാലും ഇത്തവണത്തെ ഉത്സവത്തിന് സുധാകരൻ നായരുടെ മരുമോന്റെ ഒരു ഗംഭീര സഹായം നമുക്ക് വേണം. അത് സംസാരിക്കാൻ സുധാകരൻ നായരും കൂടി വരണം. ഞാൻ അത് ശരിയാവത്തില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇത് ക്ഷേത്രത്തിന്റെ കാര്യമാണ്, വന്നേ പറ്റൂ. ഹലോ അങ്കിൾ. അങ്കിൾ ഇവിടെ നിൽക്കായിരുന്നു? ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു. എന്താ സുഖമല്ലേ? അയ്യോ, ഇത് പ്രിയമോളല്ലേ? പ്രിയമോളെ, പ്രിയമോളെ, മാറി കളവാ. പ്രിയമോളെ ഇറക്കി വിടാ. ഇതാരാ? പ്രസിഡന്റ് അല്ലേ? പ്രസിഡന്റ്, ഇന്ന് ഞങ്ങളുടെ കല്യാണമാ. താൻ ചെന്ന് എല്ലാവരോടും പറയണേ. പ്രിയമോളെ ഇറക്കി വിടാ. തന്നോട് താൻ എങ്ങനെ സുഖവരുമൊന്നും അന്വേഷിക്കണ്ട. പണ്ടേ എന്റെ കഴുത്തിന് പിടിച്ച് കളിയത് ഞാൻ മറന്നിട്ടില്ല. അയ്യോ, അത് അബദ്ധം പറ്റിയതൊന്നും അല്ല, മനഃപൂർവ്വം ചെയ്തതാ. ഇനിയും അതുപോലെ ഇട കയറി വരരുത്. വന്ന ഇതുപോലെ മേടിക്കും. പിന്നെ ഞാൻ അങ്കിളിനെ ഒന്ന് കാണാൻ വന്ന. അങ്കിളിക്ക് വന്നേ, ഒരു കാര്യം പറയട്ടെ. എനിക്ക് നിന്റെ ഒരു കാര്യം കേൾക്കണ്ട. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ എന്റെ അങ്കിളെ? ഞാൻ പിന്നെ ഇതൊക്കെ ആരോട് പോയി പറയും? വാ വിടാവേ, വാ വന്നേ. ബലം പിടിക്കല്ലേ? എന്നാ ഞാൻ പോട്ടെ. ചേട്ടൻ വയ്ക്കോ, അങ്കിളിനെ ഞാൻ കൊണ്ട് വിട്ടോളാം. പിള്ള ഇവിടെ നിൽക്ക്, ഞാനും വരുന്നു, നമുക്ക് ഒരുമിച്ച് പോവാ. നീ കാര്യം പറ, നിനക്ക് എന്താ വേണ്ടത്? അങ്കിളെ, എല്ലാ കാര്യവും അങ്കിളിന് അറിയാവുന്നതല്ലേ, പിന്നെന്തിനാ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? ഞാൻ എന്ത് വിഷമിപ്പിച്ചെന്നാടാ നീ പറയുന്നത്? നീയേ എന്റെ കുടുംബത്തിനെ വിഷമിപ്പിച്ചോണ്ടിരിക്കുന്നത്. അതിനുള്ള മറുപടി നിനക്ക് ഞാൻ തരുന്നുണ്ട്. കണ്ടോ, സമയമാവട്ടെ. ദേ ഇപ്പോഴും അങ്കിളൊരു ഭീഷണി ലൈന. ഞാൻ അങ്കിളോട് സ്നേഹത്തോടെ മാത്രമല്ലേ സംസാരിക്കുന്നത്? അങ്കിളെ, എനിക്കൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ആ വക്കീൽ വന്ന് കല്യാണം ആലോചിച്ചതും പെണ്ണ് കണ്ടതും ഒക്കെ അവിടെ നിൽക്കട്ടെ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇനി പോകണ്ട, ഇത് ഇവിടെ നിൽക്കട്ടെ. വെറുതെ എന്തിനാ ഒരു ജീവൻ കൂടി ഇല്ലാതാക്കുന്നേ?